അടുത്ത ശങ്കുട്ടിദാസ്, ഇത് ഒന്ന് ഈ സഹാറ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 25 കോടി സർക്കാരിലേക്ക് വീണ്ടെടുത്ത ഒരാൾ 2 കോടി രൂപയുടെ അഴിമതി ചെയ്തു എന്ന് ആരോപിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഡോക്ടർ പ്രേംകുമാർ ചോദിച്ച ഒരു കാര്യം. 25 കോടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയില്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അഴിമതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 2 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്നത് ഒരാൾക്ക് ചെയ്യാനുള്ള ഒരു മോശപ്പെട്ട മാനദണ്ഡമല്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ട്രാക്ക് റെക്കോർഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതിൽ കമന്റ് ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാൾ ഗൗരവതരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ വിഷു സന്ദേശത്തിൽ അദ്ദേഹം പറയുന്ന ഒന്ന്, ഈ മുൻ IPS ഉദ്യോഗസ്ഥൻ ഒപ്പം ജോമോൻ പുത്തമ്പുരയ്ക്കൽ എല്ലാവരും ചേർന്നുള്ള ചില ഫോൺ രേഖകൾ പരിശോധിച്ചാൽ ഗൂഢാലോചന വ്യക്തമാകും എന്നുള്ളതാണ്. അതായത് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ആരാരോട് സംസാരിച്ചു എന്നും ആരാരോട് എന്ത് സംസാരിച്ചു എന്നും എപ്പോൾ സംസാരിച്ചു എന്നും ഒക്കെ നമ്മുടെ സ്വകാര്യത എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസ്പെക്ട് ഉണ്ടാവണ്ടേ മനുഷ്യർക്ക്? MR അജിത് കുമാർ പറഞ്ഞിട്ടില്ലേ, MR അജിത് കുമാർ എന്റെ കയ്യിൽ ഓഡിയോ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അധികാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യത മുഴുവനും പിടിച്ച് ഈ നട്ടപ്പെരുവഴിയിൽ ഇങ്ങനെ നഗ്നമാക്കി നിർത്താൻ പോകുന്ന തരത്തിലുള്ള പ്രിവിലേജ് കൊടുക്കുന്ന ഒന്നാണോ? അപ്പൊ നമ്മളൊക്കെ ഏത് ലോകത്ത് എന്ത് വിശ്വസിച്ചാണ് ജീവിക്കുന്നത്? അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ആ വിഷു സന്ദേശത്തിൽ പറയുന്നത്, ഇവരുടെ ഫോൺ സന്ദേശം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചാൽ അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുന്നേ MR അജിത് കുമാറിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ PV അൻവറും പറഞ്ഞിരുന്നു, ഇവര് തമ്മിൽ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകളെല്ലാം എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരണത്തിൽ സ്വാധീനത്തിലിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് സംശയമുള്ള ആരുടെയും ഫോണ് ടാപ്പ് ചെയ്യാനും ഇവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കാനുള്ള സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്വകാര്യത എന്നൊക്കെ പറയുന്നത് സുന്ദരമായിട്ടുള്ള സ്വപ്നം മാത്രമാണ്, അതൊന്നും തലത്തിൽ നടത്തുന്നില്ല എന്നതൊരു കാര്യം. ഇനി ഇവിടുത്തെ ഏറ്റവും തമാശയുള്ള കാര്യം, ഇദ്ദേഹം പറയുന്നത്, KM എബ്രഹാം പറയുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കാം, മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന്. അത് വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ രാജിവെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് കമന്റ് ചെയ്യാൻ പറയുമ്പോൾ, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യത്തിൽ ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരാള് എങ്ങനെയാണ് തന്റെ സഹപ്രവർത്തകരോട് അന്വേഷണത്തിന്റെ പേരിൽ രാജിവെക്കാൻ പറയുക? അപ്പൊ മുഖ്യമന്ത്രി ഇത് പറയാൻ പറ്റില്ല. KM എബ്രഹാമിന് സ്വന്തം തോന്നി രാജിവെക്കണമെങ്കിൽ ന്യായമായിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇവിടെ പറഞ്ഞു വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ ശരിയായിട്ടില്ലെങ്കിൽ CBI-നോട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താനാണ് പറയേണ്ടിയിരുന്നത്. CBI-നോട് നേരിട്ട് കേസെടുക്കാൻ പറഞ്ഞത് പ്രോസസ്സ് സ്കിപ്പ് ചെയ്യലാണ്. അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണ് ആ വാദം. കാരണം എന്താ, ഇനിയൊരു ക്വിക്ക് വെരിഫിക്കേഷന്റെ സാധ്യതയില്ല. ഇതിൽ പ്രൈമ ഫേസി ഒരു കേസ് ഉണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഹൈക്കോടതി 3 ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിൽ ആദ്യത്തെ ഇഷ്യൂ എന്താണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം ഇദ്ദേഹത്തിനെതിരെ അഴിമതിക്ക് കേസെടുക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രൈമറി ഇഷ്യൂ. ആ പ്രൈമറി ഇഷ്യൂ കോടതി വിശദമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം കോടതി പറയുന്നു, ദ ഫസ്റ്റ് ഇഷ്യൂ ഈസ് റൂൾഡ് ഇൻ ഫേവർ ഓഫ് ദ പെറ്റീഷണർ. അതായത് ജോമോൻ പുത്തൻപുരയ്ക്കലിന് അനുകൂലമായിട്ട് അത് വിധിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം കേസെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ പ്രൈമ ഫേസി കോടതി കണ്ടു കഴിഞ്ഞു. ഹൈക്കോടതി ഒരു കാര്യത്തിൽ പ്രൈമ ഫേസി ഒരു അസംഷനിൽ എത്തിയതിനു ശേഷം CBI-യോട് കേസെടുക്കാൻ പറയുമ്പോൾ CBI ആദ്യം തൊട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണോ? ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വിജിലൻസിന്റെ ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി കോടതി സ്റ്റേ ചെയ്യുകയല്ല ചെയ്തത്, ആ വിധി സെറ്റ് അസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് വിജിലൻസിന്റെ ഈ കാര്യത്തിലുള്ള നടപടികളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിധിയും കോടതി റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിന് കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള തീരുമാനം തെറ്റായിരുന്നു എന്നും ഇദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം ആവശ്യമായിരുന്നു എന്നും ആ അന്വേഷണം നടക്കാതെ പോയത് ആ കേസ് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ടിരുന്ന സംവിധാനം തന്നെ ഇദ്ദേഹത്തോടൊപ്പം ഹാൻഡ് ഇൻ ഗ്ലോവ് ആയിട്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഈ ഭാര്യയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അദ്ദേഹം വളരെ വിശദമായിട്ട് അദ്ദേഹം ബോധിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. അദ്ദേഹം ഇത് ബോധിപ്പിക്കുന്നതിന് മുൻപ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പരാതി വന്ന സമയത്ത് ഇദ്ദേഹത്തോട് ചീഫ് സെക്രട്ടറി ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ട സമയത്ത് ഇദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ള റിപ്ലൈയിൽ പറയുന്നത് ഭാര്യയ്ക്കോ മകൾക്കോ സ്വന്തം പേരിൽ സ്വത്തുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് യാതൊരു സ്വത്തും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ലക്ഷങ്ങളുടെയും കോടിയുടെയും കണക്ക് പിന്നീട് ഹൈക്കോടതിയിൽ കൊണ്ടേ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് വൈരുദ്ധ്യാത്മകമായില്ലേ? അദ്ദേഹം ഒരു സ്ഥലത്ത് പറഞ്ഞ സാധനം അദ്ദേഹം തന്നെ നിഷേധിച്ചില്ലേ? അദ്ദേഹത്തിന്റെ അന്നത്തെ വാദം തെറ്റായിരുന്നു ഇദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തില്ലേ? അപ്പോ ഇവിടെ പ്രൈമ ഫേസി ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി പറയുന്നത് 3 ഇഷ്യൂസ് ഫ്രെയിം ചെയ്തു. അതിൽ രണ്ടാമത്തെ ഇഷ്യൂ എന്താണ്? CBI-യുടെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്നുള്ളത്. അതും വളരെ ഡീറ്റെയിൽഡ് ആയി പരിഗണിച്ചതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, CBI അന്വേഷണം അല്ലാണ്ട് ഏത് അന്വേഷണമാണ് ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ പ്രഖ്യാപിക്കാൻ പറ്റുക? പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതിയാവോ?
അതോ ഈ പറയുന്ന പിണറായി വിജയന്റെ തന്നെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതിയാവോ? ഇദ്ദേഹം സർക്കാരിലെ തന്നെ ഏറ്റവും പ്രബലനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വൃത്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം മാത്രമേ സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ആളുകൾക്ക് എന്തോ രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്നാ പറഞ്ഞു. ഇവരുടെ പ്രധാനപ്പെട്ട ഈ കേസിലൊരു വാദം, ഈ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന ആള് ഒരു ശല്യക്കാരനായിട്ടുള്ള വ്യവഹാരിയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള കേസുകളിൽ മുഴുവൻ കേസ് കൊടുത്ത് കോടതിയിലെ ആൾക്കാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം നീതിയുടെ ശരിയായിട്ടുള്ള താല്പര്യമാണ് ഉയർത്തിപ്പിടിച്ചത്, അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് പറഞ്ഞതിന് ശേഷമാണ് കോടതി ഈ 3 കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഒന്ന്, ഇദ്ദേഹത്തിനെതിരെ അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ 13 പ്രകാരം സിബിഐയുടെ അന്വേഷണം ആവശ്യമാണ്. ഇദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള, ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള വിജിലൻസിന്റെ നടപടികളെല്ലാം റദ്ദ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നു. ധാർമ്മികമായിട്ട് ഇദ്ദേഹത്തിന് രാജിവെക്കണമെങ്കിൽ ഇപ്പൊ അദ്ദേഹം രാജിവെക്കണം. കാരണം എന്താ? അദ്ദേഹത്തിനെതിരെ ഒരു അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായിട്ട് ഹൈക്കോടതി വിശദമായിട്ടുള്ള വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഉത്തരവിടുകയും ചെയ്തു. ഏത് വിധി വന്നാലും അവസാനം പറയുന്ന കാര്യമാണ് ഈ വിധിയിലെ ഭാഗങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രജുഡിസ് ഉണ്ടാക്കരുത്. ഞങ്ങൾ